കണ്ണൂർ ചക്കരയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് അഹമ്മദ് എന്ന പേരുള്ള ഒരു പൊതുപ്രവർത്തകനും അദ്ദേഹത്തിൻ്റെ കുടുംബം അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട ഒരു കാര്യം കാണാനിടയായി. അദ്ദേഹത്തിൻ്റെ ഈ അഹമ്മദിൻ്റെ മകൻ വിദേശത്താണ്, സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ സൗദിയിൽ അങ്ങോട്ട് പോകുമ്പോൾ, അതായത് അവധിക്ക് വന്നിട്ട് തിരിച്ചു പോവാണ്. പോകുമ്പോൾ ഈ മകൻ്റെ കമ്പനിയിലുള്ള ഒരു ഡ്രൈവർക്ക് കൊടുത്തയക്കാനായിട്ട്, ഒരു സാധനം കൊടുത്തയക്കാനായിട്ട് അയാളെ ഒരാൾ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന്, അഹമ്മദിൻ്റെ വീട്ടിൽ വന്ന് കൊടുക്കുന്നു. നോക്കുമ്പോൾ ഒരു പുതിയ കെട്ടാണ്. അപ്പോൾ അഹമ്മദ് വളരെ സൂക്ഷ്മതയുള്ള ഒരു മനുഷ്യനാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതുപോലെ വിദേശത്തൊക്കെ ഒരുപാട് ആളുകൾ ഓരോ സാധനമൊക്കെ കൊടുത്തയക്കും. എന്താ കൊടുത്തയക്കുന്നത്, എന്താ കാര്യം എന്നൊക്കെ ഉള്ളത് അദ്ദേഹം ഒന്നും അത് കൊടുത്തയക്കുകയാണെങ്കിൽ കൊണ്ടുവരികയാണെങ്കിൽ ഒന്നും നോക്കും. ഒരു പാക്കറ്റാണ് കൊണ്ടുവന്ന, ഒരു പൊതിയാണ്. അപ്പോൾ അതിനകത്ത് അഴിച്ച് നോക്കുമ്പോൾ ഈ മസാലയിട്ട് വറുത്ത കടല, അതൊരു കവറ്, കുഴപ്പമൊന്നുമില്ല. ഒരു കവർ ചിപ്സ്, അതും പ്രശ്നമില്ല, അതായത് ബനാന ചിപ്സ്. അതിനോടൊപ്പം ഒരു ഇത് ഒരു 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 കുപ്പിക്കകത്തുള്ള അച്ചാർ. അപ്പോൾ ഈ അച്ചാറും ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും ശരിയെന്ന് നോക്കിയപ്പോൾ അച്ചാറിൻ്റെ ആ കുപ്പി നോക്കിയപ്പോൾ അതിൻ്റെ സീല് പൊട്ടിച്ചതാണ് അതിൻ്റെ മുകളിൽ. അപ്പോൾ അത് ഇളക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അഹമ്മദ് പറഞ്ഞു, മകൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഒന്ന് പരിശോധിക്കണം. അവരൊരു പാത്രത്തിൽ ഇത് കുടഞ്ഞിട്ടു. ഇട്ടപ്പോൾ കാണുന്നത് എന്താണെന്നറിയാം, അതിനകത്ത് MDMA അതിനകത്ത് ധാരാളം ഉണ്ടായിരുന്നു. അത് ചേർത്താണ് ഈ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ MDMA കടത്താനാണ്. അത് കണ്ടുപിടിച്ചു. ഏതായാലും അത് അഹമ്മദ് പോലീസ് റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ പുറകിലുള്ള ആളുകളെ 3 ചെറുപ്പക്കാർ അവിടെ, അവർ ആദ്യം ഒരുത്തൻ സംഘടിപ്പിച്ച് കൊണ്ടുവന്നു. അത് വേറൊരുത്തൻ്റെ കൊടുത്തു. അവൻ കൊണ്ടുവന്ന അവൻ്റെ ഒരു കൂട്ടുകാരനെ കൊണ്ട് ഈ അഹമ്മദിൻ്റെ വീട്ടിൽ കൊടുപ്പിച്ചതാണ്. കൊണ്ടുവന്ന് കൊടുത്തു. ഏതായാലും ഇവിടെ ഇവന്മാർ പിടിയിലായിരുന്നു ഇപ്പോൾ 3 എണ്ണം. അപ്പോൾ ഇത് പൊട്ടിച്ച് നോക്കാനുള്ള ഒരു ബുദ്ധി അഹമ്മദിന് പോയത് വളരെ നല്ല കാര്യമാണ്. ഇത് ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ, എന്താ സംഭവം എന്നറിയോ? അഹമ്മദ് പറയുന്ന പോലെ അവിടെ അഹമ്മദിൻ്റെ മകൻ പിന്നെ വെളിച്ചം കാണത്തില്ല. സൗദിയിലാണ്. അത് പിടിച്ചു കഴിഞ്ഞാൽ അത് തല പോവും. വേറെ കുഴപ്പമൊന്നുമില്ല, കഴുത്തിന് മുകളിൽ തല കാണുകയില്ല. അതാണ് കാര്യം എന്ന് അഹമ്മദ് പറഞ്ഞു. അത് വളരെ ശരിയുമാണ്. അപ്പോൾ നോക്കണം, നമ്മൾ നല്ല മനസ്സോടു കൂടിയാണ് ആരെങ്കിലും എന്തെങ്കിലും ഒരു സാധനം ഇതുപോലെ തന്നയക്കുന്നത് കൊടുക്കാൻ. അത് നമുക്കൊരു സ്വഭാവം അങ്ങനെ ഉണ്ട്. ഈ ബന്ധുക്കൾ, ഈ ആളുകൾക്ക്, വിദേശത്തുള്ളവർക്ക് ആരെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ വന്നിട്ട് പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ സാധനം ഇന്നാർക്ക് കൊടുക്കാനേ അവർ വന്ന് കളക്ട് ചെയ്തോളും എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട്. അവിടുന്ന് തിരിച്ച് ഇതുപോലെ വരുമ്പോഴും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു സാധനമൊക്കെ കൊടുത്തു വിടും. അതാരെങ്കിലും വന്ന് വാങ്ങിക്കോളും എന്നൊക്കെ പറയും. ഇത് ഒരു കാരണവശാലും ആരും ചെയ്യരുത്. എത്ര വിശ്വസ്തരായാൽ പോലും നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഇത് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്, അപകടം വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് കുവൈറ്റിൽ ജോലി ചെയ്തിരുന്ന കളമശ്ശേരിക്കാരനായ ഒരു പയ്യൻ കേട്ടോ, ഒരു ചെറുപ്പക്കാരൻ. അവനെ ഇതേപോലെ ഇവിടെ വന്നിട്ട് പോയി. അപ്പോൾ അവൻ്റെ കയ്യിൽ ഇതേപോലെ ഈ അച്ചാറാണ് ഏറ്റവും ഇതിന് പറ്റിയ സാധനം. ഇതേപോലെ ഒരു കുപ്പി ഭരണിക്കകത്ത് ഉള്ള അച്ചാർ അവൻ്റെ ഈ കൊടുത്തയച്ച് ആർക്കാണ്ട് കൊടുക്കാനെന്നും പറഞ്ഞ് ഇവിടുന്ന് അയൽക്കാരനാണ് കൊണ്ടുവന്ന് കൊടുത്തു. ഇത് അവിടെ കൊണ്ടുവന്നു. അവിടുത്തെ എയർപോർട്ടിൽ ഇത് ചിലപ്പോൾ പലപ്പോഴും ചെക്ക് ചെയ്യത്തില്ല. പക്ഷേ ഇത് ചെക്ക് ചെയ്യാനിടയായി. ചെക്ക് ചെയ്ത് അവർ തുറന്നു നോക്കിയപ്പോൾ എന്താണെന്നറിയോ, ഈ അച്ചാറിനകത്ത് മുകളിൽ മാത്രം അച്ചാർ, ബാക്കി താഴെയല്ല, അതിനകത്ത് നിറച്ച് കഞ്ചാവായിരുന്നു. പിടിച്ചിട്ട് അതൊക്കെ വളരെ വലിയ കുറ്റമാണ്. അവിടെ പിടിച്ചു കഴിഞ്ഞാൽ പോക്കാ. അങ്ങനെ ഈ പയ്യനുണ്ടല്ലോ 8 മാസം അവിടെ ജയിലിൽ കിടന്നു പിടിച്ചിട്ട്. അവസാനം അത് ഇവിടെ വന്നിട്ട് ഇവിടെ അത് റിപ്പോർട്ട് ചെയ്തു. ഇവിടെ മനസ്സിലായി, അവൻ്റെ വീട്ടുകാർ അത് ആളിനെയൊക്കെ കണ്ടുപിടിച്ചു. പോലീസ് റിപ്പോർട്ട് ചെയ്തു. പോലീസ് അത് പിടികൂടിയിട്ട് അവസാനം പിന്നെ ഇത് എൻ്റെ മുമ്പിൽ വന്ന ഒരു മാറ്ററാണ്. അപ്പോൾ ഇതിനകത്ത് അവസാനം ഉണ്ടല്ലോ, അവൻ നിരപരാധിയാണ്. ഇതുപോലെ അവനെ കേസിൽ പെടുത്തിയതാണ്. അവനെ കള്ളക്കേസിൽ കുടുക്കി എന്നുള്ളതിന് എവൻ്റെ പേര് കേസെടുത്തു. അതിൻ്റെ കൂടെ ഇതും കൂടെ, അതായത്
ഈ നർക്കോട്ടിക്സ് കൈവശം വെച്ച് അത് ഹാൻഡ് ഓവർ ചെയ്തു എന്നുള്ളതിനുള്ള കേസും കൂടെ എടുത്തു. അതായത് 20B2 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതെ. അതും ഈ ഇതേപോലെ തന്നെ അത് കുറച്ച് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കഞ്ചാവ്, നല്ല അമർത്തി വെച്ചേക്കാണ്. ഇത് അവസാനം അയാൾ ജയിലിൽ കിടക്കാൻ ഇടയായി. ഇവിടുന്ന് പിന്നെ ഈ കോടതി ഉത്തരവ് ഇത് മാത്രമല്ല, ഇത് ഈ യവനെ കേസിൽ പെടുത്തിയാണെന്നുള്ളതിൻ്റെ റെക്കോർഡ് ഇതെല്ലാം അവർ ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിച്ച്, അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിച്ച് ഈ ഇംഗ്ലീഷിലുള്ള വെർഷനും അറബിക് വെർഷനും ഒക്കെ ആയിട്ട് അവിടെ അയച്ചു, കുവൈറ്റിൽ അയച്ചു. അതുകൊണ്ട് എന്നിട്ട് 8 മാസത്തിന് ശേഷമാണ് ആ ചെറുപ്പക്കാരൻ ജയിൽ മോചിതനായത്. കാരണം അത് കള്ളക്കേസാണ്, അവനെ പെടുത്തിയതാണ് എന്ന് മനസ്സിലായി. ഇവിടെ ഇത് കൊടുക്കാൻ ഏൽപ്പിച്ച് അവിടെ കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞിരുന്നില്ലേ, അവനെ പിടികൂടി. അവിടെ പിടികൂടിയപ്പോൾ അവന് ആ കുറ്റം ഏറ്റു. കാരണം അവന് കൊടുത്തയച്ച സാധനമാണ് എന്ന് അവൻ ഏറ്റു. ആ കുറ്റം ഏറ്റതുകൊണ്ട് മാത്രം ഈ പയ്യൻ രക്ഷപ്പെടുകയാണ്. പക്ഷെ അവൻ്റെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു. അവൻ നാട്ടിൽ തിരിച്ചെത്തേണ്ട ഗതികേട് വന്നു. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് അറിയാം, നമുക്ക് ഇതുപോലെ ചില ആളുകൾ ഇതേപോലെ ചെയ്യും. അവർ ഇത് നമ്മളെ പിടിപ്പിക്കാൻ ചെയ്യുന്നൊന്നുമല്ലത് ചെയ്യുന്നത്. പക്ഷേ പിടിച്ചില്ലെങ്കിൽ ഈ സാധനം അങ്ങ് കിട്ടും, ഒരു കുഴപ്പമില്ല. അവിടെ അവന് കഞ്ചാവ് വലിക്കേണ്ട അത്യാവശ്യമായിട്ട് നോക്കിയിരിക്കുന്നുണ്ടല്ലോ, അവന് കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ അല്ലേ MDMA അവന് കിട്ടും. ഇത് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട സാധനമല്ലേ, ലഹരിയാണ്. അപ്പോൾ അതവന് കിട്ടും. അത് അവിടെ ഉപയോഗത്തിന് അവൻ്റെ കാര്യവും നടക്കും. പക്ഷേ ഇത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്, ഇത് പിടിച്ചാൽ ഇവിടെ വെച്ച് പിടിച്ചാലും കേസാണ്, അവിടെ വെച്ച് പിടിച്ചാലും കേസാണ്. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ഇവൻ വിദേശത്തേക്ക് ഇത് കടത്താൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് ഇവിടെ പിടിക്കും, ഇതിന് കേസ് വരും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തല കാണത്തില്ല. അതാണ് കാര്യം. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ ചില ആളുകൾ ചെയ്യും. അത് വളരെ വിവരം കിട്ടവന്മാരും ഇതുപോലെ വിവരം ഉണ്ടെന്ന് പറയുന്നവന്മാരുമാണ് ചെയ്യുന്നത്. അവർ വലിയ ക്രിമിനൽസാണ് ഈ ചെയ്തു വെക്കുന്നത്. നമ്മൾ എന്ത് വലിയ ചതിവാണ് ചെയ്യുന്നതെന്ന് നോക്കിക്കോളൂ. നല്ലൊരു മനസ്സുണ്ടായിപ്പോയത് കൊണ്ടാണല്ലോ ഒരുത്തൻ കൊടുക്കുന്ന ഒരു സാധനം കൊണ്ട് കൊടുക്കാമെന്ന് സമ്മതിക്കുന്നത്. അപ്പോൾ അത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഇതേപോലെ പൊതിഞ്ഞ് ഒരു ചിപ്സ്, അത് കടല വറുത്തതെന്ന് പറഞ്ഞാൽ മസാല കടല, അതാണ്. ഇതൊക്കെ കൂടെയാണ് ഒന്നിച്ചൊരു പൊതിയാക്കി ഇത് എല്ലാം കൂടെ ചേർത്ത് കെട്ടി കൊടുത്തേക്കുക. അവസാനം നോക്കിയപ്പം ഇതാണ് സംഭവം. അതുകൊണ്ട് കഴിയുന്നതുകൊണ്ടല്ലോ ആരും ഒരു സാധനവും ആർക്കും കൊണ്ട് കൊടുക്കാമെന്ന് ഏൽക്കരുത്. അങ്ങനെ കൊടുത്തുള്ള സ്നേഹം വേണ്ട. പറഞ്ഞാൽ മതി, എനിക്ക് എൻ്റെ കയ്യിൽ പറ്റുകയല്ല, അതായത് അതിൽ ലഗേജ് കൂടുതലാണ്, എൻ്റെ ലഗേജ് ഇപ്പം, അതായത് ചിലപ്പോൾ ചിലർക്ക് 25 കിലോയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അത് കൂടുതലാണെന്ന് പറയണം. അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലെ കാണാൻ പറഞ്ഞു ഒഴിയണം. മാത്രമോ വേറെ ചില പരിപാടി പറ്റിയിട്ടുണ്ട്. അതായത് ഒരിക്കൽ ഞാനും വൈഫും കൂടെ ഞങ്ങൾ യൂറോപ്പിലേക്ക് പോകാനെന്നാണ് എൻ്റെ ഓർമ്മ. ദുബായിൽ നിന്ന് ഞങ്ങൾ ഇത് ക്യൂവിൽ നിൽക്കുകയാണ് അങ്ങോട്ട് പോകാൻ, ഇത് സെക്യൂരിറ്റി ചെക്കിലേക്ക്. അപ്പം ഒരു ചെറുപ്പക്കാരൻ കൊണ്ടുവന്നിട്ട് ഒരു ബാഗ് എൻ്റെ കയ്യിലേ 2 ബാഗുണ്ട്, ഇതൊന്ന് പിടിക്കാമോ മാഡം, ഇതൊന്ന് പിടിക്കാമോ എന്ന് ചോദിച്ചു കൊണ്ടൊന്ന് കൊടുക്കാൻ പോയി. എൻ്റെ വൈഫ് വാങ്ങിയില്ല. പറഞ്ഞ് എന്നെ നോക്കിയപ്പോഴേ ഞാൻ പറഞ്ഞ് നോ, ഒരു കാരണവശാലും വാങ്ങിക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞ് വാങ്ങിച്ചില്ല. നമ്മൾ എന്താണെന്നറിയാം, ആ ബാഗിനകത്ത് എന്താ ഉള്ളതെന്ന് നമുക്കറിയില്ല. അത് നമ്മളവനെ സഹായിക്കാൻ പോയാൽ ഞങ്ങളുടെ ഈ വേറെ ബാഗൊന്നുമില്ല, ചെക്കിൻ ബാഗേജ് ഞങ്ങൾക്ക് അതേ മാത്രമേ ഉള്ളൂ, ഹാൻഡ് ബാഗേജ് ഞങ്ങൾക്കില്ലായിരുന്നു. പക്ഷേ ഇത് വാങ്ങിപ്പോയാൽ ഇതിനകത്തിരിക്കുന്ന സാധനം എന്താണെന്ന് നമുക്കറിയില്ല. അവിടെ വെച്ച് പിടിക്കാനിടയായ അവൻ പറയും അത് അവൻ്റെ അല്ലെന്ന് പറയും, നമ്മുടെ അതെന്ന് പറഞ്ഞാൽ നമ്മൾ തീർന്നില്ലേ, പെട്ടുപോയില്ലേ. പിന്നെ അതുപോലെ എല്ലാവരും മൊബൈൽ ചോദിക്കും, ഒരു കോള്, ഒരു കാരണവശാലും ശരിയാണ്, സഹായ മനസ്ഥിതിയൊക്കെ വേണ്ടതാണ്, പക്ഷേ കൊടുക്കരുത്. കൊടുത്തു പോയാൽ എന്താണെന്നറിയോ, ഇവൻ ആരെ വിളിക്കുന്നു എന്തിനു വിളിക്കുന്നു എന്ന് നമുക്കറിയില്ല. അവൻ്റെ നമ്പറിൽ നിന്ന് വിളിക്കാൻ ഒക്കാത്തത് ആയിരിക്കാം നമ്മുടെ നമ്പറിൽ നിന്ന് വിളിക്കുന്നത്. വിളിച്ചിട്ട് അവസാനം നമ്മളെ ട്രേസ് ചെയ്ത് നമ്മുടെ ഫോൺ അവസാനം നമ്മൾ അകത്താവുന്ന ഗതികേട് വരും, വലിയ ക്രൈമാണെങ്കിൽ. അത് നമുക്ക് ആരെയും അത്ര അടുപ്പക്കാരാണെങ്കിൽ ഫോൺ നമുക്ക് കൊടുക്കാം ഒരാരെങ്കിലും വിളിക്കാനായിട്ട്. പക്ഷേ അതൊരിക്കലും സേഫല്ല. സ്വന്തം ഫോൺ പോലും നമ്മൾ ആർക്കും കൊടുത്ത് സഹായിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇതുണ്ടാകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം, ജാഗരൂകരായിരിക്കണം. ഇതിപ്പോൾ അഹമ്മദ് മകനും രക്ഷപ്പെട്ടതുപോലെ എപ്പോഴും